സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായി പ്രതിപക്ഷം ഉയർത്തുന്ന സാമ്പത്തിക ആരോപണം വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട് ബജറ്റിൽ നടത്തിയ ചില പ്രഖ്യാപനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. കേരള രാഷ്ട്രീയത്തിൽ ആരോഗ്യ രംഗവും മദ്യരംഗവും എങ്ങനെയാണ് ഭരണകക്ഷികളെ പൊള്ളിച്ചുകൊണ്ടിരുന്നത് എന്ന് നേരത്തെ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. എന്തായാലും പുതിയൊരു മദ്യനയം പ്രഖ്യാപിക്കലായിരുന്നില്ല, മറിച്ച് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സംസ്ഥാനത്തിന് പരിചിതമല്ലാത്ത തരത്തിലുള്ള ഒരു പ്രത്യേകതരം മദ്യം, ലോ ആൽക്കഹോളിക് ബിവറേജ് എന്ന് പറയുന്ന ഒരു വിഭാഗം മദ്യത്തെ നമ്മുടെ അബ്കാരി ആക്ടിൽ നിർവചിക്കുകയും 0.5% മുതൽ 20% വരെ ലഹരിയുള്ള മദ്യത്തെ ബിയറിനും വൈനും പുറത്തു നിർത്തിക്കൊണ്ട് അതിനൊരു പുതിയ നികുതി ഘടന ഉണ്ടാകണം എന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. പുതിയ ബജറ്റിൽ സ്വാഭാവികമായി സാമ്പത്തികമായി വല്ലാതെ ബുദ്ധിമുട്ടുന്ന നമ്മുടെ സാമ്പത്തിക ഘടനയിൽ പുതിയ ചില നികുതി നിർദ്ദേശങ്ങൾ വെക്കുമ്പോൾ മദ്യവുമായി ബന്ധപ്പെട്ട് ധനമന്ത്രി നടത്തിയ പ്രഖ്യാപനമാണ് ഇപ്പോഴത്തെ ചർച്ചകൾക്കൊക്കെ നിദാനം. കഴിഞ്ഞ സർക്കാർ നേരത്തെ പറഞ്ഞതുപോലെ ലോ ആൽക്കഹോളിക് ബിവറേജ് എന്ന തട്ടിൽ പുതുതായി കേരളത്തിൽ പഴങ്ങളിൽ നിന്നും പഴച്ചാറുകളിൽ നിന്നുമൊക്കെ വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കണം എന്നൊരു തീരുമാനമെടുക്കുമ്പോൾ അതിലുണ്ടായ ചില രാഷ്ട്രീയ തർക്കങ്ങളും സമരങ്ങളും അവരെ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് വിടാൻ അനുവദിച്ചിരുന്നില്ല. ഇപ്പോൾ ഇത്തരത്തിൽ വരും കാലങ്ങളിൽ പുറത്തു വരാൻ പോകുന്ന വീര്യം കുറഞ്ഞ മദ്യത്തിന് ചില നികുതി പ്രഖ്യാപിക്കുമ്പോൾ സർക്കാർ പറയുന്നത് 0.5% മുതൽ 10% വരെ വീര്യമുള്ള ലഹരി കുറഞ്ഞ മദ്യത്തിന് 120% നികുതിയും 10% മുതൽ 20% വരെയുള്ള വീര്യം കുറഞ്ഞ മദ്യത്തിന് 175% നികുതിയും ഏർപ്പെടുത്തും എന്ന തീരുമാനത്തെയാണ് പ്രതിപക്ഷം ശക്തമായി വിമർശിക്കുന്നത്. നേരത്തെയുള്ള നമ്മുടെ അബ്കാരി നിയമപ്രകാരം ഹോട്ട് ഡ്രിങ്ക്സ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന വിസ്കി, ബ്രാൻഡി തുടങ്ങിയ ഗ്രൂപ്പിൽപ്പെട്ട മദ്യത്തിന് 251% ആണ് നികുതി ഏർപ്പെടുത്തിയിരുന്നത്. ബിയർ 6% വീര്യം, അതിന് 86% നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ വൈന്, കുറച്ചുകൂടി ആൽക്കഹോൾ ഉള്ളടക്കമുള്ള വൈൻ, അതിന് ഏതാണ്ട് 116% നികുതി ഏർപ്പെടുത്തി. ഇനി വിദേശമദ്യം, വിദേശത്ത് നിർമ്മിച്ച് കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന മദ്യത്തിന് ഏതാണ്ട് 115-116% നികുതി ഏർപ്പെടുത്തി. ഇതിന് പുറത്തുള്ള പുതിയ തരം ലഹരി കുറഞ്ഞ മദ്യം, ബിയറിനും നേരത്തെ പറഞ്ഞ വൈനും പുറത്തുള്ള മദ്യത്തിന് എന്തുകൊണ്ടാണ് 281% നികുതി ഏർപ്പെടുത്താത്തത് എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. കാരണം തങ്ങൾ അധികാരത്തിൽ തുടർന്നിരുന്നുവെങ്കിൽ ഈ വിഷയത്തിൽ ഞങ്ങൾ 281% നികുതി തന്നെ ഏർപ്പെടുത്തും എന്ന് പറയുകയും, ഇങ്ങനെ നികുതി ഇളവുകൾ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ലഹരി കുറഞ്ഞ മദ്യം കേരളത്തിലേക്ക് എത്തുമ്പോൾ അതിന് നികുതിയിൽ ഇളവ് നൽകുന്നത് അതിന് പിന്നിൽ ചില കർണാടക ലോബിയാണ് എന്നുള്ള ആരോപണം ഒരു വശത്ത് ഉയർത്തുന്നതിനൊപ്പമാണ് ലഹരി കുറഞ്ഞ മദ്യം വ്യാപിക്കാനുള്ള ഒരു അവസരം ഇതാ UDF ഉണ്ടാക്കുന്നു എന്ന ആരോപണം ഉയർത്തത്. എന്തായാലും LDFിൻ്റെ കാലത്തെ മദ്യനയവുമായി ബന്ധപ്പെട്ട് മലയാളികൾ എത്രമാത്രം തൃപ്തരാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. മദ്യവിഭോഗം ഞങ്ങൾ ആശയം കൊണ്ടും നിയമം കൊണ്ടും കുറച്ചു കൊണ്ടുവരുമെന്നൊക്കെ പറയുകയും, എന്നാൽ യഥേഷ്ടം മദ്യം ഒഴുകാൻ അവസരം ഉണ്ടാക്കുകയും ചെയ്തത് സർക്കാരിന് അതുവഴി കൂടുതൽ വരുമാനം കിട്ടുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. അതിൽ നിന്ന് മാറി ഗൗരവതരമായി ഇടതുപക്ഷത്തിൻ്റെ മദ്യനയത്തിലെ കാപട്യം തുറന്നു കാണിച്ചിട്ടുള്ള UDF ഇതാ പുതിയൊരു ആരോപണത്തിൽ കുരുങ്ങാൻ അവസരം ഉണ്ടാകുമ്പോൾ UDF ഈ വിഷയത്തിൽ ഇനി എടുക്കാൻ പോകുന്ന തീരുമാനമാണ് നമ്മൾ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നത്.